ഹായ് ഹലോ, എല്ലാവർക്കും നമ്മുടെ ചാനലിലെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. വിഷുവൊക്കെ അല്ലേ, ഇന്നൊരു അടിപൊളി പായസം ഉണ്ടാക്കിയാലോ? പാലട, നല്ല പിങ്ക് കളറുള്ള പാലട എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. അപ്പോൾ എല്ലാവർക്കും വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന രീതിക്കാണ് നമ്മളിന്ന് ഉണ്ടാക്കുന്നത്. അപ്പോൾ എല്ലാവരും വീഡിയോ മുഴുവനായി കാണാൻ ശ്രമിക്കുക. അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കണം നോക്കിയാലോ? നേരെ വീഡിയോയ്ക്ക് പോകാം. വീഡിയോയ്ക്ക് പോകുന്നതിന് മുമ്പായി ആരെങ്കിലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ ദയവ് ചെയ്തൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. കൂടാതെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കനും കൂടി ഒന്ന് പ്രസ് ചെയ്യണേ. അപ്പോൾ തുടങ്ങാം. പാലട ഉണ്ടാക്കുന്നതിനായി 50 ഗ്രാം അരി അടയാണ് എടുത്തിട്ടുള്ളത്. ഇതൊന്ന് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഒരു പാത്രത്തിലേക്ക് കുറച്ച് വെള്ളം ഒഴിക്കാം. ഇത് തിളച്ച് വരുമ്പോൾ ഇതിലേക്ക് അട ഇട്ട് കൊടുക്കാം. ഇപ്പോൾ വെള്ളം നന്നായി തിളച്ച് വന്നിട്ടുണ്ട്. ഈ സമയം നമുക്ക് കഴുകി വെച്ചിരിക്കുന്ന അട ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അതിനുശേഷം തീ ഓഫ് ചെയ്യാം. ഇനി ഈ ചൂടുവെള്ളത്തിൽ കിടന്ന് ഒരു 10 മിനിറ്റ് ഒന്ന് വെന്ത് വരട്ടെ. തീയിൻ്റെ ആവശ്യമില്ല, തീ ഓഫ് ചെയ്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് വെന്ത് വരട്ടെ. അട വെന്തതിന് ശേഷം നല്ല വെള്ളത്തിൽ 2-3 തവണ കഴുകിയതിന് ശേഷം വെള്ളം വാരാൻ വേണ്ടി ഒന്ന് എടുത്ത് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് പാലടയ്ക്ക് ആവശ്യമായ പാൽ കുറുക്കിയെടുക്കാം. അതിനായി ഒരു ഉരുളി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അടി കട്ടിയുള്ള ഏത് പാത്രം വേണമെങ്കിൽ ഉപയോഗിക്കാം. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ പഞ്ചസാര കൂടി ചേർത്ത് കൊടുക്കാം. അതിനുശേഷം ഇത് നല്ല ബ്രൗൺ കളറാവുന്ന വരെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇത് പായസത്തിന് ഒരു പിങ്ക് കളർ കിട്ടുന്നതിന് വേണ്ടിയാണ് ഇങ്ങനെ ചെയ്യുന്നത്. കൂടുതൽ അളവിൽ പാലട ഉണ്ടാക്കുമ്പോൾ ഇങ്ങനെ ചെയ്യേണ്ട ആവശ്യമില്ല. നമ്മളിപ്പോൾ 1 ലിറ്റർ പാലാണ് ഉപയോഗിക്കുന്നുള്ളൂ. അതുകൊണ്ട് പായസത്തിന് കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. കൂടുതൽ അളവിൽ ചെയ്യുമ്പോൾ പാല് കുറുകി തന്നെ പായസത്തിന് പിങ്ക് കളർ കിട്ടുന്നതാണ്. അപ്പോൾ ഇത് നന്നായി ഒന്ന് ബ്രൗൺ കളർ ആവുന്ന വരെ ഒന്ന് ഇളക്കി കൊടുക്കുക. ഇപ്പോൾ ഇത് നല്ല ബ്രൗൺ കളർ ആയിട്ടുണ്ട്. ഈ സമയം നമുക്കിതിലേക്ക് 1 ലിറ്റർ പാല് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു 300 മില്ലി പച്ചവെള്ളം കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതൊന്ന് നന്നായി ഇളക്കി കൊടുക്കാം. ഇനി പാലൊക്കെ ഒന്ന് തിളച്ച് കുറുകി വരുന്നത് വരെ ഒന്ന് നന്നായി ഇളക്കി കൊടുക്കണം. പാല് ഒരു പകുതിയോളം കുറുകി വരണം. അപ്പോൾ നിർത്താതെ കുറച്ച് നേരം ഇളക്കി കൊടുക്കാം. ഒരു 1/4 മണിക്കൂറൊക്കെ ടൈം എടുക്കും. ഇപ്പോൾ പാലൊക്കെ തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നിർത്താതെ ഇളക്കി കൊടുക്കണം, ഇല്ലെങ്കിൽ പാലിൽ പാട കിട്ടുന്നതാണ്. അതുകൊണ്ട് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കാം. കുറച്ച് നേരം കൂടി ഒന്ന് കുറുകി വരട്ടെ. ഇപ്പം തന്നെ ഒരു ബ്രൗൺ കളറൊക്കെ ആയിട്ടുണ്ട്. നമ്മൾ നേരത്തെ പഞ്ചസാര ഉരുക്കി ചേർക്കുന്നത് കൊണ്ടാണ് ഇങ്ങനെ വരുന്നത്. ഇപ്പോൾ പാലൊക്കെ നന്നായി കുറുകി വന്നിട്ടുണ്ട്. ഈ സമയം നമുക്കിതിലേക്ക് നേരത്തെ വേവിച്ച് വെച്ച അട കഴുകി വൃത്തിയാക്കി വെള്ളം വാരാൻ വേണ്ടി വെച്ചിരുന്നു. അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഒരു 10 മിനിറ്റ് ഒന്ന് ഇളക്കി കൊടുക്കാം. ഇപ്പോൾ ഒരു 10 മിനിറ്റോളം ആയിട്ടുണ്ട്. ഈ സമയം നമുക്ക് പാലടയ്ക്ക് ആവശ്യമായ മധുരം ചേർത്ത് കൊടുക്കാം. പഞ്ചസാര ചേർത്ത് കൊടുക്കാം. അത് ഓരോരുത്തരുടെയും ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം. മധുരത്തിന് ആവശ്യമായ പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ ഞാനൊരു ഏകദേശം ഒരു 100 ഗ്രാമിൻ്റെ അടുത്ത് പഞ്ചസാര ചേർത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് തിളച്ചാൽ നമുക്കിതൊന്ന് ഓഫ് ചെയ്യാം. ഇപ്പം നമ്മുടെ പാലട അടിപൊളിയായി വന്നിട്ടുണ്ട്. നല്ല പിങ്ക് കളറിൽ പാലട റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇനി ആരും പാലട ഉണ്ടാക്കാൻ അറിയില്ല എന്ന് പറഞ്ഞിട്ട് ഉണ്ടാക്കാതിരിക്കരുത്. ഇത് വളരെ സിമ്പിളാണ്. കുറച്ച് നേരം പാലൊന്ന് കുറുക്കിയെടുക്കണം എന്നുള്ള പണി മാത്രമേ ഉള്ളൂ, വേറെ പ്രത്യേകിച്ചൊന്നുമില്ല. അപ്പോൾ ഇതെല്ലാവരും ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഈ വിഷുവിന് എല്ലാവരും പാലട പായസം ആയിക്കോട്ടെ. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ വീഡിയോയ്ക്ക് താഴെ കമൻറ്റായി ചോദിക്കാവുന്നതാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട ഒന്ന് ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ കൂടി ഒന്ന് പ്രസ് ചെയ്യണേ. അപ്പോൾ ഒരു അടിപൊളി വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.